നമസ്തേ. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിന്റെ പേരിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവിനെതിരെ തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. വർഗീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് PDP നേതാവ് നൽകിയ പരാതിയിൽ പോലീസിന്റെ നടപടി. ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ നമുക്കൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു ഒരു പ്രസ്താവന നടത്തി. അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ള കാരണത്താൽ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുത്തിരിക്കുന്ന നടപടി തീർത്തും അപലപനീയമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുത പരിശോധിക്കാതെ അദ്ദേഹം പറഞ്ഞതിനെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് PDPയുടെ ഒരു നേതാവ് കൊടുത്തപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ ഈ മന്ത്രിസഭയ്ക്ക് വളരെ വലിയ താല്പര്യമായിരുന്നു. പക്ഷെ സമാനമായ നിരവധി സാഹചര്യങ്ങൾ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വഹിന്ദു പരിഷത്തിന്റെയും കാര്യകർത്താക്കൾ നിരവധിയായ സംഭവങ്ങൾക്കെതിരെ അതാത് സമയത്ത് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ നൽകിയിരുന്നു. പക്ഷെ നാളിതുവരെയായിട്ടും യാതൊരു വിധമായ FIRും ആ കേസുകളിലൊന്നും എടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് UDFന്റെ ഘടകകക്ഷി പോലുമല്ലാത്ത PDPയുടെ ഒരു നേതാവ് ശ്രീ RV ബാബുവിനെതിരെ കേസ് കൊടുത്തതും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മന്ത്രി ശിവൻകുട്ടി നിരവധി തവണ മഹാത്മാഗാന്ധിയുടെ വധത്തിന് കാരണക്കാർ RSSകാരാണെന്ന് വിശേഷിപ്പിച്ചു. CPIയുടെ നേതാവായ ആനി രാജ പ്രകാരം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള കാര്യകർത്താക്കൾ കേസ് കൊടുത്തു. നാളിതുവരമായ യാതൊരു വിധമായ അന്വേഷണവും FIRും ഉണ്ടായിട്ടില്ല. ഒരു ബിനു വാഴമുട്ടം എന്ന് പറഞ്ഞ പാസ്റ്റർ പത്തനംതിട്ട ജില്ലയിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കെതിരെ നിരവധിയായ പരാതികൾ പത്തനംതിട്ട SHO മുമ്പാകെ കൊടുത്തിട്ട് നാളിതുവരെയായിട്ടും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്താണ് കാരണം? കാരണം വളരെ വ്യക്തമാണ്. ഹിന്ദുക്കൾ ഏതെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നമാണ്, ഹിന്ദു ഒരു പരാതി കൊടുത്താൽ അതിന്മേൽ കേസെടുക്കേണ്ടതില്ല തുടങ്ങിയ ഒരു അജണ്ട ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നത്തെ മന്ത്രിസഭയെ താങ്ങി നിർത്തുന്നതിൽ പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും PDPക്കും ഒക്കെ വളരെ വലിയ സ്വാധീനമുണ്ട്. അക്കാരണത്താൽ ആയിരിക്കാം അവരുടെ ഒരു നേതാവ് ഒരു പരാതി കൊടുത്ത ഉടൻ തന്നെ ശ്രീ RV ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് ഈ കേരളത്തിലെ മതേതരത്വം ഒരു വൺ വേ ട്രാഫിക് ആണ് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇത് തീർത്തും അപലപനീയമായിട്ടാണ് ഒരു സാഹചര്യമാണ് കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. കാരണം സത്യം വിളിച്ചു പറയുന്നവരെ ക്രൂശിക്കുക, അതല്ലാത്തവർക്ക് എല്ലാ പരവതാനിയും വിരിച്ച് സ്വീകരണം നൽകുക, ഇതാണ് കേരളത്തിലെ കാര്യം. കുറെ കാലത്തിന് മുമ്പ് ശ്രീ RV ബാബു ഇന്ന് എന്താണോ പറഞ്ഞിരുന്നത് അതുതന്നെ കേരളത്തിലെ എക്സ് ലീഗുകാരനായിട്ടുള്ള ഇപ്പോഴത്തെ CPM നേതാവായിട്ടുള്ള ശ്രീ KT ജലീൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആൾക്കാർക്ക്, അവരുടെ മതപഠന കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഈ നർക്കോട്ടിക് ബിസിനസ്സുമായി അല്ലെങ്കിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ബന്ധമുണ്ട് എന്നുള്ളതും അത് നമ്മളുടെ സമുദായം തിരിച്ചറിയണമെന്നും അതൊരു യാഥാർത്ഥ്യമാണെന്നും ഹിന്ദുക്കൾക്ക് മതവിദ്യാഭ്യാസം ഇല്ലാത്ത കാരണത്താൽ അവരെ കുറ്റം പറയാൻ സാധിക്കത്തില്ല, പക്ഷെ മതവിദ്യാഭ്യാസം കിട്ടുന്ന നമ്മളുടെ ആൾക്കാർ ഇപ്രകാരം എങ്ങനെയാണ് കാണിച്ചു കൂട്ടാൻ സാധിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. അതൊരു യാഥാർത്ഥ്യമായിരുന്നു. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ പിണറായി വിജയൻ ഹിന്ദു ദിനപത്രത്തിൽ കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. എന്താ പറഞ്ഞത്? മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് കണക്കുദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും എടുത്തില്ല. ഇതൊക്കെയാണ് കേരളത്തിലെ മതേതരത്വ നിലപാടുകൾ. ശ്രീ RV ബാബുവിനെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ബാക്കി നാളെ മറ്റ് ഹൈന്ദവ സമുദായ പ്രവർത്തകർക്കെതിരെ എടുക്കാനുള്ള സാധ്യത കാണിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ നാവ് ഞങ്ങൾ അടപ്പിക്കും. RV ബാബുവിനെതിരെ ഇന്ന് കേസെടുത്തു, നാളെ നിങ്ങൾക്കൊക്കെ എതിരെയും ഇതുപോലുള്ള കേസുകൾ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്. അതുകൊണ്ട് ഈ കേരളത്തിലെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ ഹിന്ദു സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ കാര്യക്ഷമമായി ഹൈന്ദവ സമൂഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് സംബന്ധിച്ച് അനിൽ വിളയിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പും ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് വായിക്കാം. RV ബാബു പേടിച്ചു. ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ഹിന്ദു ദിനപത്രത്തിൽ ഇന്റർവ്യൂ ആയി കൊടുത്ത പഴയ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നാളിതുവരെ കേസെടുത്തിട്ടില്ല. ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ട് ശിവലിംഗത്തിലേക്ക് ആർത്തവരക്തം ഒഴുക്കുന്ന ലോട്ടറി ടിക്കറ്റ് അടിച്ചിറക്കിയതിനെതിരെ കേസ് കൊടുത്തിട്ട് നാളിതുവരെ ഇട്ടിട്ടില്ല. മഹാത്മാഗാന്ധിയെ വധിച്ചത് RSSകാരനാണ് എന്ന് കള്ളം പറഞ്ഞ് പഴയ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ നാളിതുവരെ കേസെടുത്തിട്ടില്ല. സമാന പരാമർശം നടത്തിയ CPIയുടെ നേതാവ് ആനി രാജയ്ക്കെതിരെ നാളിതുവരെ കേസെടുത്തിട്ടില്ല.
ഭൂലോക ഫ്രോഡായിട്ടുള്ള പാസ്റ്റർ ബിനു വാഴമുട്ടതിൽ എന്ന ഉപദേശിക്കെതിരെ നിരവധി കേസുകൾ പത്തനംതിട്ട പോലീസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കൊടുത്തിട്ടും നാളിതുവരെ FIR ഇട്ടിട്ടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം മറപിടിച്ച് വിവേകാനന്ദ സ്വാമികൾ യോഗി ആദിത്യനാഥിനെ ചവിട്ടുന്ന പടം പ്രസിദ്ധീകരിച്ചതിനെതിരെ കേസുണ്ടായില്ല. ഗുരുവായൂർ ക്ഷേത്ര നഗരിയെ മോശമാക്കുന്ന പരസ്യം ചെയ്ത ഹോട്ടൽ സ്ഥാപന ഉടമയ്ക്കെതിരെ കേസെടുത്തില്ല. ആഭ്യന്തര മന്ത്രിയുടെ വീട്ടിലേക്ക് ഹെൽമറ്റ് വെക്കാതെ വന്ന മുൻ മന്ത്രിക്കെതിരെ കേസെടുത്തതായി അറിവില്ല. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും കാട്ടാം. എന്നാൽ RV ബാബു എന്ന ഹിന്ദു ഐക്യവേദിയുടെ ആദരണീയനായ അധ്യക്ഷൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്തൊരു വേഗതയിലാണ് FIR ഇടുന്നത്. അതും ആരുടെ പരാതിയിലാണ്? PDP നേതാവിൻ്റെ. ഇതാണ് പരസ്പര സഹവർത്തിത്വം. ഇങ്ങനെ FIR ഇട്ടെന്ന കാരണത്താലൊക്കെ പേടിച്ച് വീട്ടിലിരിക്കുന്ന വ്യക്തികളൊന്നുമല്ല ഹൈന്ദവ നേതൃത്വത്തിൽ ഉള്ളത്. ഉടുക്ക് കൊട്ടുന്നത് കേട്ട് പേടിക്കുന്ന കാലം കഴിഞ്ഞു. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. സംസ്ഥാന സർക്കാർ ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന നിയമ നടപടിയായ ഓപ്പറേഷൻ തൂഫാൻ പശ്ചാത്തലമാക്കിയായിരുന്നു RV ബാബുവിന്റെ സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. ലഹരിക്കടത്തിലും മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനങ്ങളിലും ഒരു പ്രത്യേക വിഭാഗത്തിലെ അംഗങ്ങൾക്ക് പങ്കുണ്ടെന്നും ഇവർ സംസ്ഥാനത്തെ ഭീകരവാദ ഘടകങ്ങളെ വളർത്താൻ സഹായിക്കുകയാണെന്നും പോസ്റ്റിലൂടെ അദ്ദേഹം ആരോപിച്ചതായി പോലീസ് വ്യക്തമാക്കുന്നു. മുസ്ലിം സമൂഹത്തെയും ഇസ്ലാമിക പണ്ഡിതന്മാരെയും ലക്ഷ്യമിട്ട് അവഹേളിക്കാനും സമൂഹത്തിൽ വർഗീയ ഭിന്നതയും ശത്രുതയും സൃഷ്ടിക്കാനും ബോധപൂർവമായ ഉദ്ദേശത്തോടെയാണ് ബാബു പ്രസ്താവനകൾ നടത്തിയതെന്ന് FIR-ൽ പറയുന്നു. വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ, മതവികാരം വ്രണപ്പെടുത്തൽ, വ്യാജവിവരങ്ങൾ പ്രചരിപ്പിക്കൽ, പൊതുജന മധ്യത്തിൽ അപകീർത്തി വരുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഭാരതീയ ന്യായ സംഹിതയിലെയും കേരള പോലീസ് ആക്ടിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസിന്റെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് RV ബാബുവിന് ഉടൻ തന്നെ പോലീസ് നോട്ടീസ് അയക്കുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെയുള്ള നിയമ നടപടികൾ ഒരു വശത്ത് തുടരുമ്പോഴും ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് VHP വ്യക്തമാക്കുന്നത്. എന്തായാലും തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. വിഷയത്തിൽ കൃത്യമായ നിലപാട് പങ്കുവച്ച അനിൽ വിളയലിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം. വാർത്തകൾ വിരൽത്തുമ്പിലറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്തേ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.